പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ജിംനോസ്പെം എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. നമുക്കറിയാം, ജിംനോസ്പെം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോൺ ഫ്ലവറിംഗ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. The gymnosperms are a group of seed-producing plants that includes conifers, cycads, ginkgo, and gino, and we can say that the gynophytes. See, ഇത്രയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിംനോസ്പെർമിന്റെ ആധികാരികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. See, എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്? The gymnosperms are the group of seed-producing plants that include conifers, cycads, ginkgo, etc. The term gymnosperm comes from word gymnospermus. Gymnosperms എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയിൽ നിന്നാണ് ജിംനോസ്പെം എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. മീനിങ് നേക്കഡ് സീഡ്സ്. After the unenclosed condition of their seeds, called ovules in their unfertilized egg. നമ്മൾ അങ്ങനെയാണ് പറയാ. They are popularly called ovules in their unfertilized egg എന്ന് പറയാം. എന്താണ് ഈ ഓവ്യൂൾസ് അൺഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറയുന്നത്? വി ക്യാൻ സേ ദാറ്റ് നമുക്കറിയാം, ഓരോ പ്ലാന്റിന്റെയും ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഇതിന്റെ എഗ് മാത്രം വി ക്യാൻ സേ ദാറ്റ് വി ക്യാൻ സീ ദ അൺഫെർട്ടിലൈസ്ഡ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സീഡിനെ നമ്മൾ നേക്കഡ് സ്റ്റേജിൽ കാണാൻ കഴിയും. ദർ ഇസ് നോ ഓവർലാപ്പ് ഓർ ദർ ഇസ് നോ പ്രൊട്ടക്ഷൻ. Then the gymnosperm seed develop generally on the surface of the scale or leaf-like appendages of cones. The gymnosperm seeds develop generally on the surface of the scale or leaf-like appendages of cones. അതാണ് ഈ ജിംനോസ്പെർമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. See, these are the most common gymnosperms. ഇത് നമുക്കറിയാം, ഇത് സൈക്കസ് ആണ്, ഇത് നമുക്കറിയാം പൈനസ് ആണ്, ഇത് അതേപോലെ തന്നെ വേറൊരു കാറ്റഗറി ഇതിൽ വരുന്ന പോഡോകാർപ്പസ് അടക്കമുള്ള പല കാറ്റഗറി ജിംനോസ്പെം ഗ്രൂപ്പാണ്. ഐ എം നോട്ട് അറ്റ് ഓൾ discuss the detailed aspects of each species. Just understand what are the important types of gymnosperms. You can see different types. They are called cycads, ginkgo, and gnetophytes. These are the most important group of gymnosperms. Then what are the important general characters of gymnosperms? ഒന്ന്, gymnosperms occupy a large area of the earth surface. ജിംനോസ്പെം ഏറ്റവും കൂടുതൽ ഏരിയയിൽ നമുക്കിതിനെ വ്യാപനം ചെയ്തത് കാണാൻ കഴിയും. സം ആർ സീറോഫൈറ്റിക്, ചിലത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സീറോഫൈറ്റ് ആണ്. സം ലിവ് ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ, ചിലത് ഇക്വറ്റോറിയൽ റീജിയനിൽ നമുക്കിതിനെ കാണാൻ പറ്റും. ദെൻ ദേ ആർ സം ഓഫ് ദം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ഫോറസ്റ്റ് ആൻഡ് വുഡ്സ്, ചിലത് ഫോറസ്റ്റിലും വുഡ്സിലും ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാൻ കഴിയും. ദേ ക്യാൻ ആൾസോ ഗ്രോ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ദെൻ ലിത്തോഫൈറ്റ്സ്, then psammophytes. These are some of the most important category of gymnosperms. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജിംനോസ്പെംസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഈവൻ ദോ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഫ്ലറിഷ്ഡ്, എല്ലാ സ്ഥലത്തും ഇത് ഫ്ലറിഷ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വി ക്യാൻ സീ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ജിംനോസ്പെംസ് ഇൻ സം ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്. സി, നോക്കൂ നിങ്ങൾ, എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ജിംനോസ്പെംസിന്റെ പാർട്ട്. ഇതിപ്പോ ഒരു നോർമൽ ജിംനോസ്പെം ആണ്. സി, ഇതിനെ നമ്മൾ പറയാം മെച്ചുവർ സ്പോറോഫൈറ്റ് എന്നാണ്. മെച്ചുവർ ആയിരിക്കുന്ന അതിന്റെ ഫ്ലവറും അതേപോലെ തന്നെ ഫ്രൂട്ട്, വി ക്യാൻ സേ ദാറ്റ് അതിന്റെ സെക്ഷലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടൊക്കെ മെച്ചുവർ ആയിരിക്കുന്ന സ്റ്റേജ് ആണ് ഈ കാണുന്നത്. യു ക്യാൻ സി ഹിയർ ദ പൊളൻ കോൺ കാണാൻ കഴിയും. ദെൻ ഹിയർ വി ക്യാൻ സി ദ ഓവ്യുലേറ്റ് കോൺ ആൾസോ വി ക്യാൻ സി. ദെൻ ദിസ് ഈസ് ആൻ ഓവ്യൂൾ, സിംഗിൾ സ്കെയിൽ, sporophyll, megasporangium, megasporocytes, and integments, micropyles. All these are the most important group of gymnosperms. Then this is a pollen grain, microsporangium you can see, then sporophyll also we can see here. So what is actually the gymnosperm? Gymnosperm, we can see the most important group of plant having a variety of structures. ഇത് നമ്മൾ സൈക്കസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നിരുന്നാൽ പോലും ഒരു ബേസിക്കലി ഒരു ജിംനോസ്പെർമിന്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വിച്ച് കണ്ടെയ്ൻ ഓവ്യൂൾ, സിംഗിൾ സ്കെയിൽ, മെഗാസ്പൊറാഞ്ചിയം, മെഗാസ്പോറോസൈറ്റ്സ്, then integument, micropyle, etc. See, this is an important aspects of gymnosperm. You can see the different structure in detail.
ഇവിടെ നമ്മൾ ഇവിടെ നിങ്ങൾ സാധാരണ ഒരു ഈന്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഈന്തിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പൊളിക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദിസ് പോയിന്റ് ദാറ്റ് ഇസ് കോൾഡ് ഓവ്യൂൾ, ദാറ്റ് ഈസ് വിച്ച് കണ്ടെയ്ൻ മൈക്രോപൈലർ അപ്പൻഡേജസ്. ഇത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. മെഗാസ്പോറോഫിൽ ഓവുലേറ്റ് സ്കെയിൽ ക്യാൻ ആൾസോ സീ ദിസ് ഇസ് എ സ്റ്റെറൈൽ ബ്രാക്ട്. സ്റ്റെറൈൽ ആയിരിക്കുന്ന ബ്രാക്ട് ആണ്. ഇതാണ് ഈ പറയുന്ന ഓവ്യൂളിനെ സീഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. So this is the structure of young ovulate cone, female cone with megasporophyll. And here you can see the most important fertilization or the life cycle of the gymnosperm. Gymnosperm വളരെ ഡീറ്റെയിൽ ആയിരിക്കുന്ന ലൈഫ് സൈക്കിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. Just regarding the general characters, we can visualize these characters in detail. Now we have to classify the gymnosperms. ജിംനോസ്പെംസിനെ നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ സ്പോൺ 1965. സ്പോൺ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ ക്ലാസിഫിക്കേഷന്റെ ബേസിലാണ് നമ്മൾ ഈ പറയുന്ന ജിംനോസ്പെമിനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ജിംനോസ്പെം? ജിംനോസ്പെംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ഇമ്പോർട്ടൻറ്റ് ക്ലാസസ്. ദേ ആർ സൈക്കഡോപ്സിഡ, കോണിഫെറോപ്സിഡ ആൻഡ് നിറ്റോപ്സിഡ. എന്താണ് ഈ സൈക്കഡോപ്സിഡ? വിച്ച് കണ്ടെയ്ൻ the 4 important orders. They are Pteridospermales, then Bennetitales and Pentoxylales and Cycadales. Then Coniferopsida, which contain Chordatails, then Coniferales, Taxales, Ginkgogales. Then which contain the order the Nitopsida, which contain Netails. This is the general characters or general classification of the particular gymnosperms. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 3 ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈക്കസ് മാത്രമാണ് പഠിക്കാനുള്ളത്. അത് സൈക്കഡൈൽസിൽ വരുന്നതാണ്. ദാറ്റ് ഈസ് സൈക്കഡോപ്സിഡയിലാണ്. ജസ്റ്റ് നമ്മൾ ഓരോന്നിനൊരു അഡ്രസ് ഉണ്ടല്ലോ. അപ്പം വാട്ട് ഈസ് ആക്ച്വലി ദ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു അഡ്രസ് ആണ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അല്ലെ, നമുക്ക് വ്യക്തമായിട്ടുള്ള അഡ്രസ് ഉണ്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന മുഴുവൻ കുട്ടികളും ഒരേ സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ പോലും വി ഹാവ് എ ഡിഫറെന്റ് അഡ്രസ്. ലൈക്ക് വൈസ് ഓരോ ജിംനോസ്പെമിനും ഓരോ അഡ്രസ് ഉണ്ട്. ഇപ്പൊ സൈക്കസ് എന്ന് പറയുന്ന ഈന്തിന്റെ അഡ്രസ് ആണിത്. എന്താണ്? ഇത് ജിംനോസ്പെം ആണ്. അത് സൈക്കഡോപ്സിഡയിൽ വരുന്നതാണ്. അത് സൈക്കഡൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. അറ്റ്ലീസ്റ്റ് അത് തന്നെങ്കിൽ നമ്മൾ ഓർത്തുക്കണം. അതേസമയം ഇത് കൂടാതെ വേറെയും അഡ്രസ് ഉള്ള ആൾക്കാരുണ്ട്. ദാറ്റ് വി ആർ നോട്ട് അറ്റ് ഓൾ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. നോക്കൂ, നിങ്ങൾ ഇവിടെ ജിംനോസ്പെംസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് അതിന്റെ ലൈഫ് സൈക്കിൾ പറയാം. സ്പോറോഫൈറ്റ് ഉണ്ട്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിനെ പറയുന്ന പേരാണ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്ലാന്റ് അതിന്റെ സ്പോർസിനെ റിലീസ് ചെയ്യുന്ന പ്ലാന്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്പോറോഫൈറ്റ്. ജിംനോസ്പെം ലൈഫ് സൈക്കിൾ: ആർക്കിഗോണിയം, സീഡ് കോൺ, ദെൻ മെഗാ ഗാമിറ്റോഫൈറ്റ്, പൊള്ളൻ കോൺ, പൊള്ളൻ ഗ്രെയിൻ, മൈക്രോ ഗാമിറ്റോഫൈറ്റ്. ഇതാണ് 2 പ്രധാനപ്പെട്ട ഗാമിറ്റോഫൈറ്റുകൾ. ഒന്ന് മെഗാ ഗാമിറ്റോഫൈറ്റ് ആണ്, അത് മെഗാസ്പോർ റിലീസ് ചെയ്യും. മൈക്രോ ഗാമിറ്റോഫൈറ്റ് ആണ്, അത് മൈക്രോസ്പോർ റിലീസ് ചെയ്യും. ഇത് രണ്ടും ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഈ പറയുന്ന പ്ലാന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, സ്പോറോഫൈറ്റ് വീണ്ടും നമ്മൾ അതിനെ 2 പ്രധാനപ്പെട്ട സ്പോറാവുന്നു. അത് ഇതാണ് മൈക്രോസ്പോറാഞ്ചിയം, മെഗാസ്പോറാഞ്ചിയം. അത് മെയോസിസ് നടന്നിട്ട് മൈക്രോസ്പോറും മെഗാസ്പോറും ഉണ്ടാവുന്നു. ഇത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷന് ശേഷം എന്താവും? അത് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് എംബ്രിയോ ആവും. എംബ്രിയോ സീഡായി മാറുന്നതാണ് ഈ പറയുന്ന വലിയ മരമായി മാറുന്നത്. അപ്പോൾ ദിസ് ഇസ് എ ബേസിക് ആസ്പെക്ട്സ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ജിംനോസ്പെം. ദെൻ ഇനി ഈ പറയുന്ന ജിംനോസ്പെമിന്റെ വളരെ പ്രധാനപ്പെട്ട ഡൈവേഴ്സിറ്റി ആൻഡ് ഒറിജിൻ എന്തൊക്കെ ഡൈവേഴ്സിറ്റി ഇതിൽ നമുക്ക് കാണാൻ പറ്റും? There are between 700 and 900, or we can say that 7 to 900 extant or currently living species of gymnosperms. നിലവിൽ ജീവനോടെ ഏകദേശം 700 തൊട്ട് 900 വരെ ജിംനോസ്പെമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. It is widely accepted that the gymnosperms originated in the late Carboniferous period. ഇതിന്റെ ഒരു എവല്യൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ കാർബോണിഫറസ് പീരീഡിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ജിംനോസ്പെം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ ഇവോൾവ് ചെയ്തിട്ടുള്ളത്. Early characteristics of seed plants were evident in fossil pro-gymnosperms of the late Devonian period around 380 million years ago. അപ്പോൾ 380 million years ago, അതായത് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ പലതരത്തിലുള്ള ജിംനോസ്പെംസുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഫോസിൽ രേഖകളിൽ നമുക്ക് കാണാൻ പറ്റും. The most important one we can say that pro-gymnosperms എന്ന് പറയാം. Pro-gymnosperms എന്ന ജിംനോസ്പെമിന്റെ മുൻഗാമികൾ. Extant is a term commonly used in biology to refer to taxa such as species, genera or families that are still in existence living. The term extant contrast with extinct.
അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പല ജിംനോസ്പെംസിനെയും എക്സ്റ്റെൻഡ് ആയിട്ടതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ. Now, this is some of the most important types of gymno. ഇത് പല സ്പീഷീസ് ഉണ്ട്. നമുക്ക് അറിയുന്ന കുറെ ആൾക്കാർ ഇതിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്നത് ഇതാണ്. ദിസ് ഇസ് കോൾഡ് സൈക്കസ്. അതേസമയം പൈൻ മരങ്ങളുണ്ട്, കോണിഫേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഊട്ടി പോലെയുള്ള പല രാജ്യങ്ങളിൽ അല്ലെ പല പ്രദേശങ്ങളിൽ പല റീജിയനിലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ജിംനോസ്പേംസ് റോഡ് സൈഡിൽ വളരെ മനോഹരമായിട്ട് വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓർണമെന്റൽ ഗ്രൂപ്പ് ആൾസോ. See some more information in the case of general characters. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ക്യാരക്ടേഴ്സ് ആണ്. ജനറൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്നെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. Conifers are by far the most abundant extant group of gymnosperms with 6 to 8 families with a total of 65 to 70 genera and 600 to 630 species. That is 696 are accepted names. അപ്പോൾ ഒരുപാട് എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരുപാട് സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസിനെ സയന്റിഫിക്കലി ഐഡന്റിഫൈ ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട്. Conifers are woody plants and most are evergreens. Most of the conifers are woody and they are evergreen. The leaves of many conifers are long, thin and needle-like with a waxy coating. Other species including most Cupressaceae and some Podocarpaceae have flat triangular scale-like leaves. Cycads are the next most abundant group of gymnosperms with about 130 species. The other extant group are the 75 to 80 species of gentianales, or we can say that the most important group called needles and on species jingo. അപ്പോൾ നീറ്റെയിൽസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒറ്റ ആൾ മാത്രമേ ഇന്ന് ജീവിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ലിവിങ് ഫോസിൽസ് എന്നൊക്കെ വേണേൽ പറയാൻ പറ്റുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് കോൾഡ് ജിങ്കോ ബൈലോബ. അപ്പോൾ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൈവേഴ്സിഫൈഡ് ക്യാരക്ടേഴ്സ് ഓഫ് ജിംനോസ്പെർംസ്. This is called the most popular trees. They are belong to gymnosperm. Then we can see some more information regarding the general characters of gymnosperm. There exists a set of standard feature of characteristics that help to identify gymnosperm. ഇപ്പോൾ ഓരോ ജിംനോസ്പെർമിനെ നമുക്ക് അറിയാൻ വേണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഹിയർ സം ഓഫ് ദ പെക്യുലർ ക്യാരക്ടേഴ്സ് ഓഫ് ജിംനോസ്പെർംസ് ആർ ഡിസ്കസ്ഡ്. ബട്ട് അവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ക്യാരക്ടേഴ്സ് പറയാം. ഒന്ന്, ജിംനോസ്പെർം ഡു നോട്ട് ഹാവ് എൻ ഔട്ടർ കവറിംഗ് ഓർ ഷെൽ അറൌണ്ട് ദിയർ സീഡ്. അതാണ് ഏറ്റവും ബേസിക് ആയ ക്യാരക്ടർ. നമ്മൾ അതിനെ പറയുന്നത് നേക്കഡ് സീഡഡ് എന്നാണ്. Gymnosperms are heterosporous, which means that they produce different male and female spores. The microspores develop into pollen grains and megaspores are in an ovule. അപ്പോൾ microspore develop into pollen grain and the megaspores are in an ovule. അപ്പോൾ ആ രീതിയിൽ വളരെ പെക്യുലർ ആയിരിക്കുന്ന ക്യാരക്ടേഴ്സ് ജിംനോസ്പെർംസ് കാണിക്കുന്നുണ്ട്. Then gymnosperms produce cones. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജിംനോസ്പെർംസ് കോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജിംനോസ്പെർം ഡു നോട്ട് ബിയർ ഫ്രൂട്ട്സ്. ഒരിക്കലും ഇത് ഫ്രൂട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാറില്ല. സീഡ്സ് മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ. ജിംനോസ്പെർം പ്രൊപ്പഗേറ്റ് വയ വിൻഡ് പോളിനേഷൻ. ജിംനോസ്പെർം വിൻഡ് പോളിനേഷൻ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത് വിൻഡ് പോളിനേഷൻ വഴിയാണ്. ദ അഡൽട്ട് പ്ലാന്റ് ബോഡി ഈസ് എ സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ perennial evergreen woody plant. Most of them are trees and some are shrubs. There are no herbs. ഒരു ഗ്രൂപ്പ് ഹെർബുകളും ഇതിൽ കാണാൻ കഴിയില്ല. Pines as well as other conifers are evergreen trees. They have monopodial growth represented by one axis. ഒരൊറ്റ monopodial structure ഉണ്ടാവും, അതിന് ഒരൊറ്റ ആക്സിസ് ഉണ്ടാവും. As the axis grow taller, it increases in diameter due to secondary growth. സ്റ്റെം ബ്രാഞ്ചസ് ആർ ഓഫ് ടു ടൈപ്പ്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിട്ടാണ് പലതും വളരുന്നത്. ഇതിന് വളരെ നല്ല രണ്ട് ബ്രാഞ്ചുകൾ ഉണ്ട്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ്? ലോങ് ഷൂട്ട് ഓർ ബ്രാഞ്ചസ് ഓഫ് അൺലിമിറ്റഡ് ഗ്രോത്ത്, ഡാർഫ് ഷൂട്ട് ഓർ ബ്രാഞ്ചസ് ഓഫ് ലിമിറ്റഡ് ഗ്രോത്ത്. These are the two popular branches of
gymnosperms. So these are some of the most important and peculiar general characters of gymnosperm. നമ്മൾ വളരെ സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് ജനറൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. So we can conclude here that which contain the long shoot branches and dwarf shoot branches. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.